ഇന്നലെ കൊട്ടുക്കരയിലുള്ള ഒരു ചങ്ങാതി ഉണ്ടല്ലോ, അയാൾ വന്നില്ല. അയാളെ പ്രസംഗം മൊത്തമൊന്നും വിട്ടിട്ടില്ല, ചെറിയൊരു ഭാഗം. പ്രസംഗത്തിന് ലൈവ് ആൾക്കാർക്ക് കേൾക്കാനൊന്നും സൗകര്യമില്ല. ഇത് അതിലെന്താ അയാൾ പറയുന്നതെന്ന് അറിയോ? മടവൂര് ശൈഖുന കൊണ്ടോട്ടി തങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന് വലിയ തെളിവുണ്ടത്രേ. അതെന്താ? സമസ്ത ഒരു പ്രമേയം പാസാക്കിയിരുന്നു. മടവൂര് ശൈഖ് ശരിയായിരുന്നെങ്കിൽ മടവൂര് ശൈഖ് സമസ്തനെ വിളിച്ച് പറയണം, മീഞ്ചന്തയിലെ ഇത്ര നമ്പർ നിങ്ങളുടെ പ്രമേയം തെറ്റാകുന്നു എന്ന് മടവൂര് ശൈഖ് ഇവരെ വിളിച്ച് പറയണം. മടവൂര് ശൈഖുനാന്റെ പണിയല്ലപ്പത്. മറ്റേ പ്രമേയം നോക്കി നടക്കല ശൈഖുനാന്റെ പണി. നോക്കുങ്ങള്, വലിയ കണ്ടുപിടുത്തായിപ്പോയി. വേണമെങ്കിൽ ഇയാൾക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു അവാർഡ് നമുക്ക് കൊടുക്കാം. അയ്യാതി കണ്ടുപിടുത്തായിപ്പോയി. ഒന്ന് കേട്ടോളൂ അയാൾ പറയുന്ന പൊട്ടത്തരം. നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല. മടവൂര് ജീവിച്ച് മരിച്ചു പോയോല്ലേ? മടവൂര് ജീവിച്ചു മരിച്ചു പോയോല്ലേ? നമ്മളിടയിൽ ജീവിച്ചു ഈ കാലത്തൊക്കെ. അന്നൊക്കെ ഈ സമസ്തയുടെ പ്രമേയമുണ്ട്. ഈ സമസ്തക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന മടവൂരവർകള്, സമസ്തക്കാരെ, അന്ന് സമസ്ത പിളർന്നിട്ടില്ല, അതിന് മുമ്പുണ്ട്, പിളർന്നതിന്റെ ശേഷം മടവൂര് ജീവിച്ചത്. സമസ്തക്കാരെ, നിങ്ങൾ ഈ പ്രമേയം ഒഴിവാക്കണം, കൊണ്ടോട്ടി തങ്ങളെ ഞാൻ സിയാറത്ത് ചെയ്തത് വലിയ മഹാനാണ് എന്ന് പറഞ്ഞ ഒരു രേഖ ഉണ്ടോ? ഈ പ്രമേയം ഒന്ന് പിൻവലിക്കണം എന്ന് മടവൂര് അതാ പറഞ്ഞ. ഇവരിപ്പോ മടവൂരിന് ഔലിയായിട്ട് കൂട്ടുന്നില്ല. കാരണം മടവൂര് കുത്തുബുല്ലാലമും മുദബ്ബിറുൽ അർബാബാണ് എന്നൊക്കെ പറഞ്ഞ ഇവർക്ക് അതിലെന്തെങ്കിലും ലവലേശം അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മടവൂർ അന്ന് ജീവിച്ചിരിക്കുമ്പോ ഈ സമസ്ത ആലിമീങ്ങളെ വിളിച്ച് പറയണ്ടേ, 1930 നിങ്ങൾ പാസ്സാക്കിയ ആ 30 ശേഷമാണല്ലോ മൂപ്പര് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. 1930 മണ്ണാർക്കാട്ട് 4-ാം പ്രമേയം തിരുത്തണട്ടോ. തർബിയത്ത് ചെയ്യണ്ടേ ആലിമീങ്ങളെ? മാത്രല്ല തർബിയത്ത് ചെയ്തില്ല. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാര് കൊണ്ടോട്ടി വന്ന് എന്നാണ് ഒരു അഹ്വാൻ പറയുന്നത്. ആ അബൂബക്കർ മുസ്ലിയാര് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിളരുന്നത് വരെ അതിന്റെ ജനറൽ സെക്രട്ടറിയാ. പിളർന്നതിന് ശേഷം ആ സമസ്തന്റെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ മരണം വരെ സമസ്തന്റെ ആളാ. ഒരു തിരുത്തിയിട്ടില്ല. പിളരിണതിന്റെ മുമ്പ് എടുത്ത 1930 തീരുമാനവും ശേഷം തുടർന്നത് ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞതും 54 അൽ ബയാനിൽ വന്നതും അപ്പോഴൊക്കെ ഇവരില്ലേ? എന്തേ മടവൂര് വിളിച്ചിട്ട് പറയാഞ്ഞത്? അബൂബക്കർ മുസ്ലിയാരെ, ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ. കാരണം മടവൂരിനടുക്ക് ചമ്പ്രം പടിഞ്ഞിരിക്കലായിരുന്നു ഉസ്താദാണെങ്കിലും എന്നൊക്കെ നിങ്ങളും പ്രസംഗിക്കലുണ്ടല്ലോ. എന്തുകൊണ്ട് മടവൂര് ഔലിയാണെങ്കിൽ നിങ്ങളെ ഭാഷയിൽ നിങ്ങൾ പറയുണ്ടല്ലോ, നിങ്ങളെ ഹദറത്തുനിന്ന് ഉന്നത ഹദറത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞത്. എന്തേ മടവൂര് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ നിങ്ങളാ പിൻവലിക്കണം എന്ന് പറയാഞ്ഞത്? എന്നിട്ട് ഇ.കെ. അബൂബക്കർ മുസ്ലിയാര് കൊണ്ടോട്ടിയില് അവിടെ സിയാറത്ത്. കൊണ്ടോട്ടിയിൽ അങ്ങനെ പലതും വന്നു. തക്കേക്കല പള്ളി ഞാൻ ചുമക്കൂടിന്. അവിടെ ഈ കാലത്തൊന്നും അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പള്ളിയിൽ ഇതൊന്നും നടക്കുന്നില്ല. എങ്ങനെയുണ്ട് പ്രസംഗം? ഇവർക്ക് എന്തറിയാം മടവൂര് ശൈഖുനയെ കുറിച്ച്? മടവൂര് ശൈഖുന എങ്ങനെ പറയാം? മീഞ്ചന്തയിലെ 3-ാം നമ്പർ പ്രമേയം തിരുത്തണേ അബൂബക്കർ മുസ്ലിയാരെ. ഇത് പറയുന്ന പണിയാടോ മടവൂര് ശൈഖുനക്ക്? എന്താ നിങ്ങൾ മുദബ്ബിറുൽ മനസ്സിലാക്കിയത്? മടവൂര് ശൈഖുന ഒരു തീരുമാനം ഇവിടെ പഠിപ്പിക്കും. അതെന്താ പഠിപ്പിക്കേണ്ടി? ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ശൈഖുന നേരെ ആളുകളെയും കൂട്ടിയിട്ട് കൊണ്ടോട്ടിയിലെ കുബ്ബയിൽ പോയി സിയാറത്ത് ചെയ്യുന്നു. അതോടെ മറ്റുള്ളവർ തിരുത്തിക്കോളണം. അതാ നിയമം. മദീനത്തുള്ള അഹ്ലു ബൈത്ത് കുറെ നിയമം ഉണ്ടാക്കി വെച്ചിരുന്നു. പല നിയമങ്ങളുണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട്, അഹ്ലി കിതാബേ, നിങ്ങൾ ആ തീരുമാനം തെറ്റാന്ന് പറയേണ്ട കാര്യമില്ല, നേരെ വരുന്നു, ഒട്ടകത്തറക്കാൻ പറയുന്നു, ഭക്ഷിക്കുന്നു, കഴിഞ്ഞു. അത് മനസ്സിലാക്കിയ ആളാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞത്. അത് മനസ്സിലാക്കിയ ആളാ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ്. അത് മനസ്സിലാക്കിയ ആളാണ് മഹാനായ പാണക്കാട് തറവാട്ടിലെ കാരണവർ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഓൽക്കൊക്കെ മനസ്സിലായി. നിങ്ങൾ 4
ഞാൻ പറയുന്നില്ലപ്പാ വാചകം, നിങ്ങൾക്ക് മാത്രമേ തിരിഞ്ഞില്ല. മടവൂര് ശൈഖുനയുടെ പ്രവർത്തനം മതിയടോ അതിന്? ഒരപ്പുറത്ത് ഒരു 10,000 പ്രമേയമുണ്ടെന്ന് കരുതുക. ശൈഖുന പോയാൽ അത് മുഴുവനും വെള്ളത്തിലായില്ലേ? നിങ്ങളെ എത്ര നിയമം അങ്ങനെ ശൈഖുന പൊളിച്ചിട്ടുണ്ട്? ഫോട്ടോ എടുക്കലെ ഹറാമാന്ന് പറഞ്ഞ കാലല്ലേ ഇന്ന്? അത് ശൈഖുന ഫോട്ടോഗ്രാഫറെ വിളിക്കൂ, നിന്നും ഇരുന്നും പല ഫോട്ടോകളും. നിങ്ങൾ ഇന്ന് ആ വൈക്ക് വന്നില്ലേ? ഏത് മൊയിലേറെ കയ്യിലാ ഫോട്ടോ എടുക്കുന്ന സാധനം ഇല്ലാത്ത? അതിന് ശൈഖുനാക്ക് അപ്പുറത്ത് പ്രമേയം പാസ്സാക്കണ പണിയാ? അതാണ് ചെയ്ത് തീർക്കലാടോ. ഇപ്പൊ തന്നെ നിങ്ങൾ മശായിഖന്മാർക്കിടയിൽ തീരുമാനമെടുത്ത് എല്ലാവരും വിട്ടു നിൽക്കണോ, ഒറ്റപ്പെടുത്തണോ, നശിപ്പിക്കണം എന്നിങ്ങനെ നിങ്ങൾ പ്രമേയം പാസ്സാക്കുക. ഔലിയാക്കൾ എന്ത് ചെയ്യുക? നിങ്ങളാണ് തീർക്കുക, നശിപ്പിക്കുക. പ്രമേയം പാസ്സാക്കലൊന്നുമില്ല. നിങ്ങളേത് ലോകത്താ ജീവിക്കണത്? ഇവരിപ്പോ എന്താ മനസ്സിലാക്കിയത്? ഒരു പിടുത്തുമില്ല. പോയി എന്നത് ഇവിടെ സ്ഥിരപ്പെടുന്നു. ശൈഖുനയുടെ കൂടെ എത്ര നടന്ന ആളാ നമ്മളെ മോയിൻ ബാപ്പുവൊക്ക. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാലോ. മുമ്പ് ഇടവണ്ണപ്പാറയിലുള്ള എല്ലാവർക്കും അറിയാം. ശൈഖുനാന്റെ കൂടെ അജ്മീറിലും പല സ്ഥലങ്ങളിലും ഒരുപാട് ഖിദ്മത്തൊക്കെ ചെയ്തു കൊടുത്ത ആളാണ്. മൂപ്പരല്ലേ പറഞ്ഞ്, നിങ്ങളല്ലേ അഭിമുഖം നടത്തി, ഞങ്ങളല്ലല്ലോ. മടവൂർ ശൈഖുന കൊണ്ടോട്ടി കുബ്ബയിൽ മുഹമ്മദ് ഷാ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മണിക്കൂറുകളോട് അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധാരണക്കാരായ അനുഭവിച്ച നാടന്മാര് പറയുമ്പോ അത് മതിയടോ? ഒരു 10,000 കോടി പ്രമേയത്തിന്റെ അപ്പുറത്താത്. മനസ്സിലായോ? മോയിൻ ബാപ്പാക്കൊന്ന് പറഞ്ഞോട്ടെ. മടവൂർ ശൈഖുന തങ്ങള് കൊണ്ടോട്ടി ഷാത്തങ്ങള് സിയാറത്ത് ചെയ്യാൻ പോകാറില്ലേ? പോകാറുണ്ട്. അതിനെ അംഗീകരിച്ചിരുന്നോ? നിങ്ങൾ കൂടെ പോയിട്ടുണ്ടോ? ഞാൻ പോയി. നമ്മള് അടുത്ത് കുടുംബക്കാർക്ക് അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ. ഈ കൊണ്ടോട്ടി ഷാ തങ്ങളെ കുബ്ബയിൽ, മുഹമ്മദ് ഷാ തങ്ങളെ കുബ്ബയിൽ പോയിട്ടുണ്ട്. അതെ, അതെ. സമസ്തക്കാർ എതിർത്ത കുബ്ബയിൽ തന്നെ പോയിട്ടുണ്ട്. അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ മടവൂർ ശൈഖുന? അതിനുള്ളിൽ കയറി സിയാറത്ത് ചെയ്ത് ഒരു ഒറ്റ വട്ടാണോ? ഒരുപാട് ഒരു മണിക്കൂറൊക്കെ അവിടെ അങ്ങനെ നിന്നിട്ടുണ്ട്. ഒറ്റ തവണയാണോ ഒരുപാട് തവണയാണോ? ഒരു പല തവണകൾ കഴിച്ചു അവിടെ പോയിട്ടുണ്ട്. വേറെ നിങ്ങളെ കൂടെ വേറെ ആരെങ്കിലും അവിടെ വന്നത് ചോദിക്കുന്നുണ്ടോ? നമ്മളെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിട്ടില്ല. അനുഭവം നിങ്ങൾ തന്നെയാണ് അഭിമുഖം നടത്തിയത്, ഞങ്ങൾ ആളുകളല്ല. നമ്മൾ നടത്തിയത് വേറെ ഉണ്ട്, അത് വേറെ വരും. ഈ എത്ര ആൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രസിഡന്റ് നിങ്ങൾ എന്താ മിണ്ടാത്ത? അതുവരെ പിന്നെ മിണ്ടിയില്ല. നിങ്ങളുടെ പ്രസിഡന്റ്, ഇപ്പോഴുള്ള പ്രസിഡന്റ് കുബ്ബത്തിൽ പോയി സിയാറത്ത് ചെയ്തതിന്റെ സാക്ഷികളെ ഞാൻ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളാരും മിണ്ടാത്ത? ഒരാഴ്ചനി എന്നെ വിളിച്ചു പറഞ്ഞു, ഇനി പറഞ്ഞാൽ അപകടത്തിലാവും, സംഗതി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ ആരെ ഈ പൊട്ടന്മാരാക്കണം? പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് പോകുന്ന സിയാറത്ത് ചെയ്തിട്ടാണ്. ഇപ്പുറത്ത് ബോറയാണെന്ന് പറയും ചെയ്യും. ബോറൻ എന്താ? ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ? ഇനി മടവൂര് ശൈഖുനായിട്ട് ബന്ധമുള്ള ആലിമീങ്ങൾ എടുക്കുക. അതിൽപ്പെട്ട ഒരാളാ സദഖത്തുള്ള ഉസ്താദ്. ബന്ധമുള്ള ആലിമാണ്. അവർ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ സദഖത്തുള്ള ഉസ്താദ് കൊണ്ടോട്ടിയിൽ പോയി മുഹമ്മദ് ഷാ തങ്ങളെ സിയാറത്ത് ചെയ്തത്. ഞാൻ പറഞ്ഞതല്ലല്ലോ. സദഖത്തുള്ള ഉസ്താദിന്റെ ഇഷ്ടപ്പെട്ട ആള് നിങ്ങളിപ്പോ പല സ്ഥലത്തും കൊണ്ടെടുക്കുന്ന ആളല്ലേ? മൂപ്പര് പറഞ്ഞുതരും, വെച്ചു കൊടുക്കുക. സംബന്ധിച്ചിടത്തോളം ശൈഖുന അവർകൾ തീർത്തും അവിടെ ഒരു യോഗം ഉണ്ടായിരുന്നു. നമുക്ക് ആ യോഗം ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടോട്ടിയിൽ ഉണ്ടായിരുന്ന യോഗം കേരള സംസ്ഥാന ജമിയത്തുലമായുടെ പ്രചാരണ യോഗമായിരുന്നു. അത് സംഘടിപ്പിച്ചത് AT തങ്ങളായിരുന്നു. കൊണ്ടോട്ടി അരീക്കോട്ട് തക്കിയവർ തങ്ങൾ അവിടെ ചികിത്സിക്കുന്നു തങ്ങള്. അപ്പൊ ആ യോഗത്തിന് വേണ്ടി പോകുമ്പോൾ തങ്ങൾ അവർകൾ പറഞ്ഞ് KPK തങ്ങളെ ഉദ്ഘാടകനാക്കി നിശ്ചയിക്കണം. നമ്മളെ ആദ്യരെ പഴയ പല്ലളിക്കല പഴയ കാതി KPK തങ്ങളെ ശൈഖുനയുടെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കണം, ഇന്നവിടെ യോഗം നടത്താം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ ശൈഖുന കത്ത് ചെയ്തു. ആ കത്ത് കൊടുത്തിട്ട് മൂപ്പര് ഉദ്ഘാടകനായി വന്നു. എനിക്കറിയാം മൂപ്പര് വന്നത്, ഞാൻ പ്രസംഗിച്ചോ കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ കത്തുകൊണ്ടെന്ന് കൊടുത്തേ.
അപ്പൊ KPK തങ്ങളവർ ഉദ്ഘാടനം ചെയ്ത് കേരള സംസ്ഥാന ജമിയത്തുലമയുടെ പ്രചാരണ യോഗം നടത്തിയപ്പോ ആദ്യമായി തക്കിയക്കൽ കുബ്ബക്കൽ സിയാറത്ത് ചെയ്ത് കണ്ടാണ് ആ യോഗത്തിലേക്ക് വന്നത്. അതുവരെ സംഘാടകരും മറ്റൊക്കെയാണ്. അപ്പൊ ഒരു വർജിക്കപ്പെടുന്ന തരത്തിൽ തീർത്തും വർജിക്കണം എന്ന നിലക്കുള്ള ഒരു നിലപാടല്ല ഷെയ്ഖുനായെ സംബന്ധിച്ചിടത്തോളം. അവിടെ എത്തിയപ്പോൾ സിയാറത്ത് ചെയ്തു, അല്ലാതെ അതിന്റെ മുമ്പോ പിമ്പോ പോയതായിട്ട് ഞാൻ അറിയില്ല. ഒറ്റൊന്നും മതിയല്ലോ. അപ്പൊ അവിടെ എത്തിയപ്പോ മുഹമ്മദ് ഷാ തങ്ങളെ സിയാറത്ത് ചെയ്തു KK സദഖത്തുള്ള ഉസ്താദ്. കാരണം അവര് വിവരമുള്ള പണ്ഡിതനാ. മടവൂർ ഷെയ്ഖിനെ പോയാൽ അങ്ങനെയുള്ളൊരു 10,000 കോടി പ്രമേയമുണ്ടെങ്കിലും അത് തകർന്ന് തരിപ്പണമായി അറിയുന്ന നേതാവാണ് സദഖത്തുള്ള ഉസ്താദ്. മാത്രല്ല സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്ന പാണക്കാട് തറവാട്ടിലെ കാരണവർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഹൈദരലി ശിഹാബ് തങ്ങൾ ആമുഖം എഴുതിയ ബുക്കായത് കൊണ്ടോട്ടി തങ്ങൾ. ഈ ബുക്ക് നമ്മൾ വായിച്ചപ്പോൾ ഒരാളിനോട് പറഞ്ഞത് ചിലപ്പോൾ തങ്ങളെ പേരിൽ ആരോ എഴുതി കൊടുത്തതാവും. ഹൈദരലി തങ്ങൾ ഈ ബുക്ക് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇനി അത് പറയണ്ട. ഈ പുസ്തകം എഴുതി കഴിഞ്ഞ ഉടനെ കൊണ്ടോട്ടിയിൽ വന്ന് തങ്ങളവറുകൾ തന്നെയാണ് ഇത് പ്രകാശനം ചെയ്തത്. പ്രകാശനം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ചന്ദ്രികാ ദിനപത്രത്തിൽ വന്ന വാർത്തയും ഫോട്ടോയും സ്ക്രീനിൽ കാണാം. കാണിച്ചു കൊടുക്കും. കൊണ്ടോട്ടി തങ്ങൾ ഗ്രന്ഥം പ്രകാശനം ചെയ്തു. കണ്ടില്ലേ? ഉമർ മധുവായി രചിച്ച കൊണ്ടോട്ടി തങ്ങളെ ഗ്രന്ഥം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർക്ക് കോപ്പി നൽകി പ്രകാശനം ചെയ്യുന്നു. ആലിക്കുട്ടി ഉസ്താദ് അവിടെ നിൽക്കണ്, ഹൈദരലി തങ്ങളത് അവിടെ, ഇപ്പുറത്ത് നാസിർ ഹയ്യ തങ്ങൾ വലിയ കോഴിക്കോട് വലിയ ഖാദി. സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതും അത് പ്രകാശനം ചെയ്തതും. ഇനി സ്വർണം പൊന്നുരുക്കണടുത്ത് പൂച്ചക്ക് എന്താണോ കാര്യം? നിങ്ങൾക്ക് എന്ത് സമസ്ത? ആരാങ്ങളെ സമസ്താക്കിയത്? ഒറിജിനൽ സമസ്തയാണത് പ്രകാശനം ചെയ്തത്. സമസ്ത സെക്രട്ടറി എന്ന വാർത്തയിൽ വരെ ഉള്ളത്. എന്നിട്ടെന്താ ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്? എന്താ പറഞ്ഞു കേട്ടോളൂ, ഞാൻ വായിച്ചരാ. നിങ്ങൾ മടവൂർ ഷെയ്ഖുമായിട്ട് വലിയ ബന്ധമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ, അവിടെ മദത് നമുക്ക് നൽകട്ടെ. പാണക്കാട് തറവാട്ടുകാരെ ഞങ്ങൾ മഹത്വം പറയുന്നതിൻ്റെ അടിസ്ഥാന പങ്കക്ക് മനസ്സിലായില്ലേ? ഏറ്റവും അടിസ്ഥാനം മശായിഹുമായുള്ള ബന്ധമാണ്. ആ ബന്ധം കാത്തു സൂക്ഷിച്ചവരാ പാണക്കാട് കുടുംബം. മഹാനരായ പൂക്കോയത്തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും ഇന്ന് നേതൃത്വം നൽകുന്ന സ്വാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം എല്ലാവരും ഇന്ന് വരെ നിങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു മഹാനെ കുറവാക്കുന്ന ഒരു വാചകം അവർ പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ അടിത്തറ. മാത്രമല്ല, നിങ്ങളൊക്കെ എതിർക്കുന്ന കാലത്ത് ഹൈദരലി ശിഹാബ് തങ്ങൾ കൊണ്ടോട്ടിയിൽ വന്നത് പ്രകാശനം ചെയ്ത് എന്താ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചത്? ഹൈദരലി തങ്ങളെ വാക്ക് ഞാൻ ഒറ്റ വാക്ക് വായിക്കാം. ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങളുടെ വിശുദ്ധമായ ജീവിതവും തങ്ങളിൽ നിന്ന് ദൃശ്യമായ ധാരാളം കറാമാത്തുകളും കാരണമാണ് അക്കാലത്ത് ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലെ ജനങ്ങൾ ധാരാളമായി ശൈഖബറുകളുടെ അനുയായികളും മുരീദുമാരുമായതെന്ന സമർത്ഥനവും പ്രസക്തമാണ്. പാണക്കാട് തറവാട്ടിലെ കാരണവർ, സമസ്തയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി, ഇന്നത്തെയും ആലിക്കുട്ടി ഉസ്താദ്, ഇവരൊക്കെ ഇത് എഴുതിയാൽ എന്നിട്ട് ഇതിൽ പറഞ്ഞെന്താണെന്നറിയോ? എന്റെ അറിവിൽ ബാബാ ഫരീദ് ഔലിയാക്ക് ശേഷം തുല്യതയില്ലാത്ത വലിയവറുകളായിരുന്നു ഖാജാ ശൈഖ് മുഹമ്മദ് ഷാ തങ്ങൾ. ഈ മഹാനയല്ലടോ നിങ്ങൾ എന്തൊക്കെ വിളിച്ചു, എന്തൊക്കെ തെറി പറഞ്ഞു. മടവൂർ ശൈഖുന അത് തിരുത്തിച്ചിട്ടുണ്ട് എന്ന് ഉള്ളറിഞ്ഞ് മനസ്സിലാക്കിയ പണ്ഡിതർ, അതാണ് സദഖത്തുള്ള ഉസ്താദ്, അതാണ് ശംസുൽ ഉലമ, അതാണ് പാണക്കാട്ടെ ഹൈദരലി ശിഹാബ് തങ്ങൾ. നിലോം പറയാ ശംസുൽ ഉലമ പോയി എന്ന് ഏതൊരു ഹയവാൻ പറയുന്നു. അത് ഒരു ഹയവാൻ മാത്രല്ല, ഹയവാൻ നാത്തിക്കായ പലരും പറഞ്ഞിട്ടുണ്ടാകും.
ഈ പുസ്തകത്തിൽ ഒരു ഹെഡിങ് തന്നെയുണ്ട്, കൊണ്ടോട്ടി മശായിഖന്മാരുമായി ബന്ധം സ്ഥാപിച്ച പണ്ഡിതന്മാർ. അതിലുണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി. ആ ശംസുൽ ഉലമത പ്രഗത്ഭ പണ്ഡിതനും ദീർഘകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മുഹമ്മദ് ഷാ തങ്ങൾ അംഗീകരിക്കുന്നവരും കുബ്ബ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്തവരുമാണ്. കണ്ടോ? എന്നിട്ട് വെറുതെ പറയല്ല, അതിൻ്റെ ലാസ്റ്റ് കാണാം, അക്കാര്യം തങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹവുമായി അടുത്തു ബന്ധമുള്ള പല പ്രമുഖ ശിഷ്യന്മാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെയും കണ്ടു അവരെ പഴയ ഒരു ശിഷ്യനെ, ഒരു സയ്യിദിനെ, അവരൊക്കെ അവരെ ഉന്നതമായ വർത്താനം പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ 1:45 ശരീഅത്തേറ്റ് നടക്കുന്ന ടീമിനല്ലാത്തവർക്കൊക്കെ അത് ബോധ്യമാണ്. എല്ലാവരും ഒന്നിച്ചു പറയുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ട് നമ്മൾ അതിശക്തമായി അൻവരി ഉസ്താദിന്റെ ചരിത്ര ഗവേഷണവും നമ്മുടെ ഈ മഹത്തായ പോരാട്ടവും വന്നിരായ ശൈഖുനായുടെ നേതൃത്വത്തിലുള്ള ഈ ഇറക്കവും കൊണ്ടോട്ടി മശായിഖന്മാരുടെ ശത്രുക്കൾക്ക് വരെ അവരെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നത് കൊട്ടുക്കര സാദിയുടെ പ്രസംഗത്തിൽ പ്രകടമാണ്. എന്താണ് പറഞ്ഞറിയോ? ഞങ്ങളല്ലെങ്കിലും അവരെ കുറ്റം പറയലൊന്നുമില്ല. ആഹാ, എന്നിട്ട് കാരണം പറയാ, ഇപ്പൊ അവിടെ ഉള്ള ആളുകളൊക്കെ സുന്നികളാണ്, കൊണ്ടോട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ സുന്നികളാണ്. പിന്നെ മുമ്പുള്ള ആളുകൾ അവർ മൗത്തായി പോയില്ലേ, പിന്നെ അവരെ കുറിച്ച് പറയേണ്ടതുമില്ല. ഓ ചങ്ങായി, ആ മുഹമ്മദ് ഷാ തങ്ങൾ മുറബിയായ ശൈഖാണ് എന്ന് അംഗീകരിക്കുന്ന അവരെ ബാക്കിയുള്ളവരാണ് അവിടെ ഉള്ളത്. അവര് ബോറ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവരംഗീകരിച്ച പോലും ബോറാവൂലേ? എന്താ ഒരു മാറ്റം എന്നിട്ട് പറയാ, നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് അത്ര ഓൽക്കിത് പറയേണ്ടി വന്നത്. എങ്ങനെയുണ്ട്? നമ്മളല്ലാതെ ആദ്യം പറഞ്ഞ് നിങ്ങളെ ഷിയാഫൈസ് ചെയ്യാ തുടങ്ങിയത്, കൊണ്ടോട്ടി നേർച്ച നടന്നു, നിങ്ങൾ ഉള്ളിൽ ആളുകളോട് പോകരുത് എന്ന് പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളും പോയി. ഹാലളകിങ്ങൾ വന്നു, ഉങ്ങളാ തുടങ്ങിയത്, ഞങ്ങളല്ല. അപ്പൊ പറയാ നമ്മൾ പറഞ്ഞുകൊണ്ട് ഓല് പറഞ്ഞാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അതായത് കൊണ്ടോട്ടി മശായിഖന്മാർ പിഴച്ചവരാണ് എന്ന് പറയാനുള്ള ധൈര്യം വരെ AP സമസ്തക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരായ അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരുടെ കറാമത്താണ്. തെളിവ് നിങ്ങളുടെ പ്രസംഗമാണ്. അഴകുഴമ്പൻ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ്. അയാൾ ഒഴിഞ്ഞു മാറുന്ന രംഗം ശ്രദ്ധിച്ചോളൂ. അതിന്റെ കൂടെ കുറച്ച് പൊട്ടത്തരങ്ങളുണ്ട്. അത് ഞാൻ ഹല്ലി ആദ്യം വരട്ടെ. പറയും. കൊണ്ടോട്ടിയിൽ അങ്ങനെ പലതും വന്നു. തക്കേക്കല പള്ളി ഞാൻ ചുമക്കൂടിന് അവിടെ ഈ കാലത്തൊന്നും അവിടെ അല്ല, ഈ പാരാ ഈ പാടെല്ലാം പോലുണ്ടാവും. തെക്കിയൽ പള്ളിക്കൽ പോയാൽ പോകാൻ പാടുണ്ടോ? ശരിക്ക് ബോറകളെ അടുത്ത് പോകാൻ പാടുണ്ടോ? ഈ പല സ്ഥലത്തും പോകണ്ടോ? അതിവിടെ വിഷയമല്ല. ഇവിടെ അംഗീകരിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് ആ ചർച്ച. ഇനി ബാക്കി പറയും. അവിടെ ഈ കാലത്തൊന്നും അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പള്ളിയിൽ ഇതൊന്നും നടക്കണില്ല. മാത്രമല്ല ഇവരുടെ പരമ്പര ഇന്ന് മഹാഭൂരിഭാഗവും സുന്നിയാക്കളാണ്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പിന്നെ നമ്മൾ വാന്തുന്നത് എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ ആശയം അവര് മരിച്ചുകയും ചെയ്തു. അവരിപ്പൊ നമ്മൾ അങ്ങനെ പറയണ്ട, നമ്മൾ പറയാറില്ല. ഇക്കാലം അത്ര നമ്മൾ പറയാറില്ല. പിന്നെയോ, അന്ന് മഹത്തുക്കളായ ഉലമാ എടുത്ത തീരുമാനം തെറ്റായിരുന്നു. ആ ജാറത്തിൽ കിടക്കുന്നവരും അന്നുള്ള അവരുടെ ആ മുൻഗാമികളൊക്കെ ശരിയായിരുന്നു. ഷെയ്ഖ് ജിഫ്രി പറഞ്ഞത് തെറ്റാണ്, മമ്പറന്തങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഈ ഉലമാക്കളൊക്കെ പറഞ്ഞത് തെറ്റാണ് എന്നൊരു വായാടി വന്നിങ്ങനെ പറഞ്ഞപ്പോ പൊതുജനം അതിനെന്ത് ചെയ്യണ്ട, വഞ്ചിതരാകണ്ട എന്നുള്ള നിലക്ക് നമ്മളിത് പറഞ്ഞു. അല്ലാതെ നമ്മക്കിപ്പോ ഈ കൊണ്ടോട്ടി ത്വരീഖത്തൊന്നും ആരും ഇവിടെ പ്രചരിപ്പിക്കണമൊന്നുമില്ല. അവിടെ നടക്കുന്ന പള്ളിയിലുള്ളതും സുന്നിയെ തന്നെയാണ്. അപ്പോ ആ പള്ളിയില് ചുവടുമാറ്റം കണ്ടില്ല നിങ്ങൾ? തെളിവ് പോയപ്പോഴുള്ള ഓയപ്പാണ്. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞത്രേ മമ്പറന്തങ്ങളെ ഫത്വ തെറ്റാണ്, ഷെയ്ഖ് ജിഫ്രിയുടെ ഫത്വ തെറ്റാണ്. എന്തൊരു മാറ്റിത്തിരുത്തലുകളായി ഇവർ നടത്തുന്നത്. എന്താ സംഭവിച്ചത്? മഹാനരായ മുഹമ്മദ് ഷാ തങ്ങൾ മുസ്ലിം പോലുമല്ല, ബോറോ മുസ്ലിങ്ങളിൽ പിന്നെ പെട്ട ആളാണ്, കുഫറിലുള്ള ആളാണ് എന്ന് നിങ്ങളുടെ ഷിയാ ഫൈസി കൊണ്ടോട്ടിയിൽ വന്ന് പ്രസംഗിച്ചപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്.
ഞങ്ങൾ പറഞ്ഞത് മമ്പുറം തങ്ങൾ പറഞ്ഞത് തെറ്റാന്നല്ല, മമ്പുറം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. ശൈഖ് ജിഫ്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞതിന്റെ തെളിവുകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീണപ്പോ നിങ്ങൾ തന്നെ പറയേണ്ടി വന്നില്ലേ, ഇപ്പോഴുള്ള അവിടെയുള്ളവരൊക്കെ സുന്നികളാണ്, മുമ്പുള്ളവര് മൗത്തായത് കൊണ്ട് അവരെ പറയേണ്ടത്. പിന്നെ എന്തിനാണോ ഈ ഷിയ ഫൈസിനെ കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ ആളെ കൊണ്ട് പറയിപ്പിച്ചത്? ഞങ്ങളാണോ തുടങ്ങിയത്?